നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഒന്നോ രണ്ടോ തെരഞ്ഞെടുപ്പുകളിൽ ജയപരാജയങ്ങൾ നിശ്ചയിക്കപ്പെടുകയും അതിലൂടെ കൃത്യമായി ഉത്തരേന്ത്യ മുഴുവൻ BJPയുടെ കൈവശമാണ് എന്ന് വിചാരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം, അതും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് സംസ്ഥാനത്തെ ഭരണം അട്ടിമറിക്കപ്പെട്ടുകൊണ്ട് അത്തരത്തിൽ മണി പവറും മസിൽ പവറും കൊണ്ട് ഈ രാജ്യത്തെ കൊള്ളയടിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ നിരന്തരമായ പോരാട്ടം പ്രതിപക്ഷ മുന്നണികളെ നിരത്തി കോൺഗ്രസ് അണിയറയിൽ നടത്തുന്നുമുണ്ട്. ബീഹാറിൽ RJD കോൺഗ്രസ് സഖ്യം വലിയ രീതിയിൽ വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടു, തകർന്നടിയപ്പെട്ടു. എന്നാൽ ഇന്ത്യ മുന്നണി എന്ന സംവിധാനം ജാർഖണ്ഡിൽ സക്സസ്ഫുൾ ആണ്, ഉത്തർപ്രദേശിൽ അത് സക്സസ്ഫുൾ ആണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അത് വളരെയധികം വിജയം കണ്ടു. പക്ഷേ ഉത്തർപ്രദേശിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പല നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ കൃത്യമായിട്ടുള്ള ഒരു എൻഡ് റിസൾട്ട് ആയിരിക്കുമെന്ന വിലയിരുത്തൽ വന്നിരിക്കുകയാണ്. എല്ലാ കണ്ണുകളും UPയിലേക്ക് തിരിയുകയാണ്. കാരണം ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് UPയിൽ നടക്കാൻ മാസങ്ങൾ മാത്രമേ ഉള്ളൂ. കൃത്യമായി പറഞ്ഞാൽ 7 മാസം മാത്രം ബാക്കി നിൽക്കുന്നു. 2027 തുടങ്ങിയാൽ ഉത്തർപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് 403 സീറ്റും എന്ന രീതിയിലേക്ക് പോകും. ഒരുപക്ഷെ ഇന്ത്യയിൽ UP എന്ന സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം 403 സീറ്റ് എന്ന ടാലിയിലേക്ക് എത്തുമ്പോൾ അത് നിലനിർത്തിക്കൊണ്ട്, അതായത് 403 എന്ന അക്കത്തിലേക്ക് UP വന്നതിന് ശേഷം ഇനി വർദ്ധിക്കാൻ പോകുന്ന സീറ്റ് നില വർദ്ധിക്കാൻ പോകുന്ന സാഹചര്യമായിരിക്കും. നമുക്കറിയാം, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ വിലയുള്ള MLA-മാർ UPയിലുള്ളവരാണ്. ശരാശരി 5 ലക്ഷമോ അതിനധികമോ ആളുകളെയാണ് ഒരു നിയോജക മണ്ഡലത്തിലെ ഒരു ജനപ്രതിനിധി UPയിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. നമുക്കറിയാമല്ലോ, പാർലമെന്റിൽ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുമ്പോൾ രാഷ്ട്രപതിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന ഇലക്ട്രൽ കോളേജിൽ MP-മാരുടെ MLA-മാരുടെ വില എത്രയാണ്, അവരുടെ കൃത്യമായിട്ടുള്ള വാല്യൂ എത്രയാണ് എന്നുള്ളത് പോയിന്റ് വൈസ് കൊടുക്കാറുണ്ട്. UPയിലെ ഒരു MLA-ക്കാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വാല്യൂ ബേസ്ഡ് പോയിന്റ് കൊടുത്തിരിക്കുന്നത്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ MLA-മാർക്ക് താരതമ്യേന വളരെ കുറവാണ്. മണിപ്പൂരിലോ നാഗാലാൻഡിലോ സിക്കിമിലോ ഒക്കെ ഉള്ള MLA-മാരുടെ വാല്യൂ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ രാജ്യസഭയിൽ ഇനി നടക്കാൻ പോകുന്ന UP തെരഞ്ഞെടുപ്പ് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. UP തെരഞ്ഞെടുപ്പിൽ 403-ൽ കേവല ഭൂരിപക്ഷത്തോടെ ഭരിക്കാൻ കഴിയുമെന്ന വിശ്വാസം അഖിലേഷ് യാദവിനുണ്ട്. അതിൻ്റെ ഒരു ഡെമോ അഖിലേഷ് യാദവ് ഇതിനോടകം തന്നെ നടത്തി കഴിഞ്ഞു. 2012-ലാണ് UPയിൽ അവസാനമായി സമാജ്വാദി പാർട്ടി അധികാരമേറ്റു. 2017-ലും 2022-ലും BJPയുടെ തേരോട്ടമായിരുന്നു. എന്നാൽ 10 വർഷങ്ങൾക്കിപ്പുറം അധികാരം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് അഖിലേഷും ടീമും.